حي على الصلاة حي على الصلاة حي على الفلاح حي الله أكبر الله أكبر لا إله إلا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ത്വബീഅത്തിൽ അവന്റെ പ്രകൃതിപരമായ സ്വഭാവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിച്ചൊരു സ്വഭാവമാണ് ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. ഓരോ വ്യക്തിയും അവന് തിന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ടാകും. ശരീഅത്തിൽ വിലക്കിയ കാര്യമാണെങ്കിൽ പോലും തിന്മ ചെയ്യാനുള്ള ത്വര എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സിന്റെ സ്വഭാവമായി വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശഹവത്ത് നൽകി, ഇച്ഛകൾ നൽകി, തിന്മയോടുള്ള താല്പര്യങ്ങൾ നൽകി. എന്നിട്ട് ആ തിന്മ ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഹിക്മത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള പരീക്ഷണം മനുഷ്യന് നൽകാനുള്ള അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നതായിട്ട് കാണാൻ കഴിയും. മലായികത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സദാ ആരാധിക്കുന്ന അല്ലാഹുവിന്റെ അടിമകളാണ്. ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കഴിയുന്ന മലക്കുകളുണ്ട്. അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്ന മലക്കുകളുണ്ട്. ഒരു ആരാധനയ്ക്ക് ഒരു പുതിയ സൃഷ്ടിയെ ഈ ലോകത്തേക്ക് പറഞ്ഞേക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. മറിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്ത് ഈ ദുനിയാവിൽ നടപ്പിലാക്കപ്പെടണം. അത് ഇസ്തിഗ്ഫാറും തൗബയുമാണ്. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള ഇബാദത്താണ് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട്. എന്നാൽ തിന്മകൾ അധികരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ അപകടത്തിലാണ്, നരകത്തിന്റെ പാതയിലേക്കാണ് അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തിന്മകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? ഓരോ തിന്മയും മനുഷ്യൻ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഈ തിന്മകളെ എങ്ങനെയാണ് അവൻ സമീപിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ വലിയ അപകടത്തിൽ ചെന്ന് വീഴാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഒരു മനുഷ്യൻ അവനിൽ 7 കാര്യങ്ങൾ, 7 വിശേഷണങ്ങൾ, 7 പ്രവർത്തനങ്ങൾ അവനിലുണ്ടാകുമ്പോഴാണ് അവന്റെ തിന്മകൾ ഗൗരവകരമായി തീരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ബനി ആദമ ഖത്താ. ആദം സന്തതികളെല്ലാം തിന്മ ചെയ്യുന്നവരാണ്. ഖത്താ എന്ന പ്രയോഗം തന്നെ ഒരുപാട് തിന്മകൾ ചെയ്യും, അറിഞ്ഞാൽ വീണ്ടും തിന്മകൾ ചെയ്യും, വലിയ വലിയ തിന്മകൾ ഒരു വർഷം ചെയ്തേക്കാം. അങ്ങനെയുള്ള സ്വഭാവം ആദം സന്തതിക്കുണ്ട്. വഖൈറുൽ ഖത്താഈൻ അത്തവാബൂൻ. അങ്ങനെ ഒരുപാട് തിന്മകൾ ചെയ്യുന്ന, മാരകമായ തിന്മകൾ ചെയ്യുന്ന ആൾക്കാരിൽ ശ്രേഷ്ഠർ, ഉത്തമർ തൗബ ചെയ്യുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി. എൻ്റെ നഫ്സ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ലൗ ലം തുദ്നിബൂ ലദഹബ അല്ലാഹു ബിക്കും. നിങ്ങൾ തിന്മ ചെയ്യാത്തൊരു സമുദായമായിരുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങൾ അവിടെ നിന്ന് മാറ്റുമായിരുന്നു. വലജാഅ ബിഖൗമിൻ യുദ്നിബൂന ഫയസ്തഗ്ഫിറൂന അല്ലാഹ ഫയഗ്ഫിർ ലഹും. എന്നിട്ട് നിങ്ങളെ മാറ്റിയിട്ട് ഒരു തിന്മ ചെയ്യുന്ന സമുദായത്തെ അള്ളാഹു കൊണ്ടുവരും. എന്നിട്ട് അവർ തിന്മ ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സമുദായത്തെ അള്ളാഹു കൊണ്ടുവരുന്നത്. എന്താണ് ഹദീസിന്റെ മാന? ഹദീസിന്റെ അർത്ഥം എന്താണ്? മനുഷ്യനാണോ തിന്മകൾ സംഭവിക്കും. അപ്പോൾ തിന്മകൾ സംഭവിച്ചാൽ ഉടനടി ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങലാണ് ഒരു നല്ല മുഅ്മിൻ, ഒരു നല്ല വിശ്വാസി എന്നാണ് ശരീഅത്ത്, വിശുദ്ധ ഖുർആനും ഹദീസും പരതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. സഹോദരങ്ങൾ, നമ്മൾ തിന്മകൾ മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. പറ്റിപ്പോയാൽ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. പക്ഷെ ചില കാര്യങ്ങൾ, ചില സ്വഭാവം അവനിലുണ്ടെങ്കിൽ അവൻ അപകടകരമായ സാഹചര്യത്തിലാണുള്ളത്. എന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് ആ കാര്യം വ്യക്തമാക്കാൻ നമുക്ക് കഴിയും. ഒന്ന്, അവൻ ചെയ്യുന്ന തിന്മ അത് കുഫറും ഷിർക്കും പോലുള്ള മാരകമായ തിന്മയാണെങ്കിൽ അവൻ അപകടത്തിലാണ്. അവൻ ആ ചുവന്ന വരയ്ക്ക് അപ്പുറമാണ്.
വലിയ വലിയ കുഫറുകളും ഷിർക്കുകളും ഖുറാഫാത്തുകളും അവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന വ്യക്തി അവൻ മാരകമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ആ ചുവന്ന വരയ്ക്കപ്പുറം കടന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തൗഹീദിന്റെ മഹത്വവും അതിന്റെ നിഅമത്തും തൗഹീദ് ഉൾക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. എന്നിട്ട് ആ തൗഹീദിനെ ക്ലിയർ ആക്കേണ്ട ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലയ്ക്ക് ശരിയാക്കി കുഫർ വരാതിരിക്കുന്ന കുഫർ വരാൻ സാധ്യതയുള്ള ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലയ്ക്ക് ഓരോന്നും പഠിച്ച് കൃത്യമാക്കി പോകാൻ അനിവാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ഈ മുഹറം 10 നമുക്ക് എത്ര വലിയ നിഅമത്തിലാണ്, അല്ലാഹു എത്ര വലിയ നിഅമത്താണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അറിവെത്താത്ത ജഹാലത്തിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യന്മാർ നോർത്ത് ഇന്ത്യയിലേക്ക് ചില വീഡിയോകൾ കാണാനിടയായി. മുഹറം 10 അന്ന് തീയിലൂടെ ഹൈന്ദവർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം അതിന് വലിയ രൂപത്തിലുള്ള ഖുറാഫാത്തുകൾ ജീവനോടെ കുഴിച്ചു മൂടുന്നു. മുഹറം 10 അന്ന് പുറത്തെടുക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രതീകമായി കുഴിച്ചു മൂടാണ്. ഇങ്ങനെ വലിയ വലിയ ഖുറാഫാത്തുകളും ഷിർക്കുകളും ബിദ്അത്തുകളും നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ മുസ്ലിം പേരുള്ള ആൾക്കാരുടെ ഇടയിൽ നടക്കുകയാണ്. നമ്മൾ എത്ര വലിയ നിഅമത്തിലാണ് നമ്മൾ ചിന്തിക്കുക. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അധപ്പതനം സംഭവിക്കുന്നു, അധികാരം നഷ്ടപ്പെടുന്നു, അമ്ന നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ ഒരുപക്ഷെ വിശകലനം ചെയ്താൽ ഈ രൂപത്തിലുള്ള യഥാർത്ഥ തൗഹീദിൽ നിന്നും അഖീദയിൽ നിന്നും വിദൂരം അകന്നുപോയി ഈ രൂപത്തിലുള്ള ഷിർക്കും ഖുറാഫാത്തും കുഫറുകളും കടന്നു വന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ ആ രൂപത്തിൽ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഷിർക്കും കുഫറും ഒരു നിലക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തിയാൽ നമ്മൾ ഒന്നാമത്തെ സേഫ് സോണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിന്മകൾ സംഭവിക്കൽ സ്വാഭാവികമാണ്. പക്ഷേ ആ തിന്മകൾ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ആ തിന്മകൾ നമുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയെങ്കിൽ നമ്മൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ അപകടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നു സൂറത്തുൽ അറാഫിന്റെ 201-ാമത്തെ ആയത്തിൽ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളെ സംബന്ധിച്ച് ഇന്നല്ലദീന തഖൗ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരുടെ സ്വഭാവം എന്താണ്? ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറു. ശൈത്വാന്റെ ഭാഗത്ത് നിന്ന്, പിശാചിന്റെ ഭാഗത്ത് നിന്ന് തിന്മയ്ക്കുള്ള എന്തെങ്കിലും പ്രേരണ ഉണ്ടായാൽ തദക്കറു, അവർ അല്ലാഹുവിനെ ഓർക്കുന്നു, അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നു. ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല, ഞാൻ അല്ലാഹുവിന്റെ തൃപ്തിക്ക് നിരക്കാത്ത കാര്യമാണ് ചെയ്തത് എന്നവൻ ആലോചിക്കുന്നു. ഫഇദാ ഹും മുബ്സിറൂൻ. അങ്ങനെ ചിന്തിച്ചു മാറാൻ ഒരു വ്യക്തി തയ്യാറാണോ, റെഡിയാണോ എങ്കിൽ അവൻ ഉൾക്കാഴ്ചയുള്ളവനായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ എന്താണ് മുത്തഖിയുടെ തഖ്വയുള്ള ആളുടെ സ്വഭാവം? എന്താണ്? തിന്മകൾ സംഭവിച്ചാൽ, സ്ഖലിതങ്ങൾ ഉണ്ടായാൽ ഉടനടി എന്ത് ചെയ്യും? ചെയ്തത് ശരിയായിട്ടില്ല, ഞാൻ ചെയ്തത് പിഴവാണ്, തെറ്റാണെന്ന് ഓർക്കുകയും അവൻ മടങ്ങുകയും ചെയ്യാൻ തയ്യാറാകും. അങ്ങനെ അവൻ മടങ്ങാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, അവൻ ചെയ്യുന്ന തിന്മയോർത്ത് ഒരു ഖേദമോ ലെവലേഷൻ ദുഃഖമോ അവനില്ല എങ്കിൽ അവൻ അപകടകരമായ സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന പ്രശസ്തമായ ഒരു വാചകമുണ്ട്. എന്താണ് പറയുന്നത്? മാ കബീറത്തുൻ ബികബീറത്തിൻ മഅൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ഒരാൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ വൻപാപം ചെയ്താൽ പോലും അത് വൻപാപമല്ല എന്നാണ്. അതിനർത്ഥം എന്താണ്? മാ കബീറത്തുൻ മഅ കബീറ. അവൻ ചെയ്ത വൻപാപമാണ്, വൻപാപത്തിൽ പെട്ടുപോയി, പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ഉടനടി മടങ്ങാൻ തയ്യാറാവുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എന്നാൽ വലാ സഗീറത്തുൻ ബി സഗീറത്തിൻ മഅൽ ഇസ്റാർ. എന്നാൽ ഒരുവൻ ചെയ്യുന്നത് ചെറിയ തിന്മകൾ തന്നെയാണ്, ചെറുതാണ്, വൻപാപമൊന്നുമല്ല. വലിയ തിന്മകൾ അപേക്ഷിച്ച് അവൻ ചെയ്യുന്നത് ചെറുതാണെങ്കിൽ കൂടി അതവൻ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ അതിനെ ചെറുപാപം എന്ന് പറയാൻ കഴിയുകയില്ല. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കേണ്ട വാചകമാണ്. ചെറുപാപമാണെങ്കിൽ പോലും സ്ഥിരമായി അവൻ അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുപാപം എന്ന് പറയാൻ കഴിയുകയില്ല എന്നാണ് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയോടുള്ള സമീപനമാണ്. തിന്മയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നിടത്താണ് ഒരു മുഅ്മിനും ഒരു ഫാജിറും വേർതിരിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സറത്ഹു ഹസനതുഹു വസാഅത്ഹു സയ്യഅതുഹു ഫഹുവ മുഅ്മിൻ. ഒരു നന്മ ചെയ്യുമ്പോൾ അവന് സന്തോഷം ഉണ്ടാകുന്നു. ഒരു നന്മ ചെയ്യുമ്പോൾ 2 റക്അത്ത് എക്സ്ട്രാ നിസ്കരിച്ചാൽ, സാധാരണഗതിയിൽ നിന്നും നിസ്കരിച്ചപ്പോൾ ഖുശൂഅ് കിട്ടി, അല്ലെങ്കിൽ ഇന്ന് കുറച്ചധികം ഖുർആൻ ഓതാൻ കഴിഞ്ഞു, ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യുമ്പോൾ അവന് സന്തോഷമുണ്ടാകുന്നു. വസാഅത്ഹു സയ്യഅതുഹു, തിന്മ ചെയ്യുമ്പോൾ അവന് ഖേദമുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു എങ്കിൽ ഫഹുവ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ എന്നാണ്. തിന്മ ചെയ്യാത്ത നല്ല പറഞ്ഞു റസൂലുള്ളാഹി.
കാരണം തിന്മ ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ തിന്മ ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കേണ്ടെന്നല്ല, മറിച്ച് എത്ര പരിശ്രമിച്ചാലും തിന്മ കടന്നു വരും. മനുഷ്യന്റെ സ്വഭാവമാണത്. കടന്നു വരുമ്പോൾ ആ തിന്മയോർത്ത് ഖേദിക്കുകയും പശ്ചാത്തപിക്കുകയും അതിൽ നിന്ന് മടങ്ങാൻ എപ്പോൾ അവൻ തയ്യാറാകുന്നു, ഫഹുവ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലാഘവത്തോടുകൂടി കാണുന്ന സ്ഥിരമായി ചെയ്യുന്നതിന് തിന്മ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ആ ഒരൊറ്റ തിന്മ കൊണ്ട്, ആ തിന്മയെ നമ്മൾ നിസ്സാരവൽക്കരിച്ചത് കൊണ്ട്, ശരീഅത്തിൽ ഗൗരവകരമായി പഠിച്ച തിന്മയായിരിക്കും, പക്ഷെ നമ്മൾ സ്ഥിരം ചെയ്തൊരു തിന്മയുടെ പ്രത്യേകതയാണ്. അത് സ്ഥിരം ചെയ്ത് എന്ത് ചെയ്യും, അതിന്റെ ലാഘവം നഷ്ടപ്പെടും, അതിന്റെ ഗൗരവം നഷ്ടപ്പെടും. പിന്നെ നമ്മളതൊരു പേടിയില്ലാതെ ചെയ്യും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവും, പിന്നെ പേടി നഷ്ടപ്പെടും, പിന്നെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. ഭക്ഷണം കഴിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ, നമ്മൾ ചില വീട്ടിലൊക്കെ പോയാൽ കാണാൻ കഴിയും. ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ടി വിയിൽ ഹറാമ് കാണുന്നു, സിനിമ കാണുന്നു. അവന് വെള്ളം കുടിക്കുന്നത് പോലെയാണ്, അവന് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് ടി വിയിൽ തോന്നിവാസം കാണാൻ. അങ്ങനെ ഒരു നോർമലൈസായി മാറി, അവനൊരു നിസാരവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഗൗരവകരമായ സാഹചര്യത്തിലാണ്. അവൻ മുഅ്മിൻ എന്ന ഫഹുവ മുഅ്മിൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ആ ഖേദമുണ്ടാകുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട വിഷയത്തിലാണ്, അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരു ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നാണ്, എൻ്റെ അടിമ അവൻ തിന്മ ചെയ്യുന്നു, എന്നിട്ട് അവൻ തിന്മ ചെയ്തു കഴിഞ്ഞപ്പോൾ ഖേദമുണ്ടായി, അവൻ പറയുകയാണ്, അല്ലാഹു മഗ്ഫിർലി, അല്ലാഹു എനിക്ക് നീ പുറത്തിരുന്ന റഹ്മാനെ എന്നവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ അല്ലാഹു പറയുമെന്നാണ്, അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ അവന് തിന്മ ചെയ്തിരിക്കുന്നു, ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, അവൻ അറിയാം, അവൻ തിരിച്ചറിഞ്ഞു, അവന് പുറത്തു കൊടുക്കുന്നത് റബ്ബുണ്ട് എന്നവൻ തിരിച്ചറിഞ്ഞു, അങ്ങനെ അവൻ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്തു, അതുകൊണ്ട് ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. ആ ഹദീസിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുമ്മ ആദ ഫദ്നബ്, തിന്മ സംഭവിച്ചു പോയി അവൻ തൗബ ചെയ്തു, എന്നിട്ട് വീണ്ടും അതേ തിന്മയിലേക്ക് അവൻ മടങ്ങിയെന്ന. അവൻ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതല്ല, അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി ചെയ്തതല്ല, പറ്റിപ്പോയതാണ്. വീണ്ടും പറ്റിപ്പോയി എന്താ ചെയ്തവൻ, വീണ്ടും അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്തു. അള്ളാഹു പറയാണ്, എൻ്റെ അടിമ അവന് പുറത്തു കൊടുക്കുന്ന റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്തു, അതുകൊണ്ട് ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകളുള്ള സമീപനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനെയും ഫാജിറിനെയും വേർതിരിക്കുന്നത് എന്ന് നമുക്ക് ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ആയത്തുകൾ ഉദ്ധരിച്ച് പറയാൻ കഴിയും. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ മുഅ്മിന, ഒരു മുഅ്മിനായ വ്യക്തി, തീർച്ചയായും ഒരു മുഅ്മിനായ വ്യക്തി, യറാ ദുനൂബഹു, അവനവന്റെ തിന്മകളെ കാണുക എന്നാണ്. ആരെ കുറിച്ചാണ് പറയുന്നത്? മുഅ്മിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മുഅ്മിനായ വ്യക്തി യറാ ദുനൂബഹു, അവൻ അവന്റെ തിന്മകളെ കാണുക, കഅന്നഹു ഫീ അസ്ലി ജബലിൻ, അവൻ ഒരു പർവ്വതത്തിന്റെ താഴെയാണ്. യഖാഫു അൻ യഖഅ അലൈഹി, ആ പർവ്വതം ഇപ്പോൾ അവന്റെ ദേഹത്തേക്ക്, അവന്റെ ശരീരത്തിലേക്ക് ഇപ്പൊ വീഴും എന്ന നിലയ്ക്ക് ഒരു വ്യക്തി എങ്ങനെ ഉണ്ടാവും ആ പർവ്വതത്തിന്റെ താഴെ? അതേപോലെ എനിക്ക് ഒരു തിന്മ സംഭവിച്ചാൽ ഒരു മുഅ്മിൻ കാണാൻ സംഭവിച്ചു പോയാൽ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ ഫാജിറ, ഒരു തെമ്മാടിയായ വ്യക്തി, ഒരു തോന്നിവാസിയായ വ്യക്തി, യറാ ദുനൂബഹു, അവൻ അവന്റെ തിന്മയെ കാണുക, കദുബാബിൻ വഖഅ അലാ അൻഫി, അവന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്ന ഒരു ഈച്ചയെ പോലെയാണ്. ഖാല ബിഹി ഹകദാ, ആ ഈച്ച അവന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്നപ്പോൾ ലാഘവത്തോടുകൂടി അവൻ തട്ടി മാറ്റി. നിസ്സാരമാണോ? അവനത് കണ്ടിട്ടെന്നില്ല, അത് ചെയ്തിട്ടെന്നില്ല, അത്ര ലാഘവത്തോടു കൂടി തിന്മയെ കൈകാര്യം ചെയ്യുന്നവൻ ഫാജിറാണെന്നാണ്. അപ്പൊ എവിടെയാണ് മുഅ്മിനെയും ഫാജിറിനെയും, മുഅ്മിനെയും തെമ്മാടിയും വേർതിരിക്കുന്ന സ്വഭാവം എന്താണ്? മുഅ്മിൻ തിന്മകൾ സംഭവിച്ചാൽ ഗൗരവം കൊടുക്കും, പേടിക്കും, തിരിച്ചു മടങ്ങാൻ തയ്യാറാകും. എന്നാൽ ഫാജിർ അവനെ ലാഘവത്തിൽ കാണും. അപ്പൊ തിന്മകളോടുള്ള സമീപനത്തിലാണ് ഒരു മുഅ്മിനെയും ഫാജിറിനെയും വേർതിരിക്കുന്നത് എന്ന് നമുക്ക് ശരീഅത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു അടിമ, ഒരു വ്യക്തി, അവൻ ഗൗരവകരമായ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം, അവന്റെ ജീവിതത്തിൽ ശിർക്കും കുഫ്റുമുണ്ട്, വലിയ വലിയ ഖുറാഫാത്തുകളുണ്ട് എങ്കിൽ അവൻ അപകടത്തിലാണ്. രണ്ടാമത്തത്, അവൻ തിന്മയെ നിസ്സാരവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ ആ തിന്മകൾ അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും അപകടകരമായ സാഹചര്യത്തിലാണ്. മൂന്നാമത്തെ ഉലമാക്കൾ എണ്ണുകയാണ് മുജാഹറത്തുള്ളവനാണ്. അവൻ തിന്മകൾ ചെയ്യുകയും ചെയ്യുന്നു, ആ തിന്മകളെ പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് തിന്മകളെ നിസ്സാരവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. അവൻ തിന്മ ചെയ്യുകയും ചെയ്യുന്നു, ആ തിന്മകളെ അവൻ പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നു. മുജാഹറത്ത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അവൻ രഹസ്യമായി ചെയ്ത തിന്മകളെ വലിയ അഹംഭാവത്തിൽ, വലിയ ഫഖ്ർ കാണിച്ച് ആൾക്കാരടുത്ത് പറഞ്ഞടക്കാണ്. ഞാൻ ഈ വീട് വെച്ച് പലിശ വാങ്ങിയിട്ടാണ്, ഞാൻ മറ്റൊന്നെ പറ്റിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി, എൻ്റെ നാവിൻ്റെ കഴിവാണ്, ഞാൻ കള്ളം പറഞ്ഞിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് എന്നിന് വലിയ ഫഖ്ർ പറയാം, തിന്മകളെ പറഞ്ഞടക്കുക. രണ്ടാമത്തെ രൂപം, പരസ്യമായി തിന്മ ചെയ്യുക, പരസ്യമായി തിന്മ ചെയ്യുക.
ഒരുപക്ഷെ അവൻ പറ്റിപ്പോകുന്നതല്ല, അവൻ്റെ കിബർ കൊണ്ട്, അഹങ്കാരം കൊണ്ട് പരസ്യമായി ചെയ്യാൻ, ആൾക്കാരുടെ സിഗരറ്റ് വലിക്കാൻ, അവൻ ആരെയും പേടിയില്ല, നിസ്സാരവൽക്കരിക്കാൻ. ഇങ്ങനെ പരസ്യമായി അവൻ തിന്മ ചെയ്താൽ അവൻ അപകടകരമായ സാഹചര്യത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ. മുജാഹിദീങ്ങൾക്കൊഴികെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ബാക്കി എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, റസൂലെ, ആരാണ് മുജാഹിദീങ്ങൾ? മുജാഹറത്ത് ചെയ്യുന്ന ആൾക്കാരാണ്? റസൂൽ പറഞ്ഞു, വ ഇന്ന മിനൽ മുജാഹറത്തി, മുജാഹറത്തിൽ പെട്ടതാണ് അയ്യഅമല റജുലു ബില്ലൈലി അമലൻ. റസൂൽ ഉദാഹരണം പറയാണ്, അവൻ രാത്രി ഒരു തിന്മ ചെയ്തു, സുമ്മ യുസ്ബിഹ്, രാത്രി കഴിഞ്ഞ് രാവിലെയായി, വഖദ് സത്തറഹു അല്ലാഹു അലൈഹി, അല്ലാഹു മറച്ചു വെച്ചു. അല്ലാഹു സിത്തീറാണ്, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് അല്ലാഹു അസ്തീറാണ്. അല്ലാഹു അടിമകളുടെ പാപങ്ങൾ മറച്ചു വെക്കുന്ന കാരുണ്യവാനാണ്. അല്ലാഹു നമ്മുടെ തിന്മകൾ മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ബഹുമാനിക്കപ്പെടാൻ കഴിയുന്ന, ആദരിക്കപ്പെടാൻ കഴിയുന്ന ഒരാളും ഈ ഭൂലോകത്തുണ്ടാകുമായിരുന്നില്ല എന്നുള്ള മക്കൾ പറഞ്ഞിട്ട് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ കാരുണ്യമാണ് തിന്മകളൊക്കെ മറച്ചു വെച്ച് അള്ളാഹു നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു എന്നത്, അള്ളാഹു അവസരം തരുന്നു എന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ കാരുണ്യ നിമിത്തം അള്ളാഹു മറച്ചു വെച്ചിട്ടും രാവിലെ ആയപ്പോൾ ഇവൻ പറയാണ്, അവൻ അവന്റെ സുഹൃത്തുക്കളോട്, അവന്റെ പരിചയക്കാരോട് പറയാണ്, ഞാൻ ഇന്നലെ രാത്രി ഇന്ന തിന്മകളൊക്കെ ചെയ്തു എന്ന് വലിയ കിബർ കാണിച്ച്, അഹങ്കാരം കാണിച്ച് അവൻ പറയുകയാണ്. ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന ആ സാഹചര്യത്തിലും, മുവഹിദീങ്ങൾക്ക് പുറത്തു കൊടുക്കുന്ന ആ സാഹചര്യങ്ങളിലും ഇത്തരക്കാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഇന്ന് ഈ ആധുനിക സമുദായത്തിൽ ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിലുള്ള മുജാഹറത്താണ്. അവൻ സിനിമ കാണുന്നു, സിനിമയിൽ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ സ്റ്റാറ്റസ് വെക്കുന്നു. എന്തിനാ സ്റ്റാറ്റസ് വെക്കുന്നത്? മറ്റുള്ള ആൾക്ക് മോട്ടിവേഷൻ ആകാൻ. ഈ സിനിമ മറ്റുള്ള ആൾക്കാരെയും കാണണം. വെക്കുന്ന 30 സെക്കൻഡ് സ്റ്റാറ്റസ് ആണ്. ആ സ്റ്റാറ്റസ് കണ്ടിട്ട് മറ്റൊരാൾ വീണ്ടും സിനിമ കാണാൻ. ഒരു മ്യൂസിക്കിന്റെ കുറച്ചു ഭാഗം സ്റ്റാറ്റസ് വെക്കാൻ, അത് കണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരും കേൾക്കാണത്. അതിൻ്റെ അങ്ങനെ മുജാഹറത്തുണ്ടെങ്കിൽ പരസ്യപ്പെടുത്തിയാലുള്ള അപകടം എന്ന് പറയുന്നത്, ഇവന്റെ ഈ സിനിമ കണ്ടിട്ട്, ഇവന്റെ സ്റ്റാറ്റസിലൂടെ ഈ സിനിമയുടെ ഒരു രംഗമാണോ സ്റ്റാറ്റസ് വെച്ചത്, അത് കണ്ടിട്ട് ആ സിനിമ മുഴുവൻ മറ്റൊരു വ്യക്തി കണ്ടാൽ ആ തിന്മയുടെ ഓഹരി ഒന്നും കുറയാതെ ഇവന് കിട്ടുന്നതാണ്. എത്ര വട്ടം അവൻ സിനിമ കാണുന്നു, ഇവൻ വെച്ച സ്റ്റാറ്റസിലൂടെ പാട്ട് കേട്ടിട്ട് മറ്റവൻ എത്ര വട്ടം ആ പാട്ട് കേൾക്കുന്നു, സംഗീതം ആസ്വദിക്കുന്നു, അത്രയും തിന്മയുടെ പങ്ക്, ഓഹരി ഇവനും കിട്ടുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മകൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളാകരുത്. ഈ സ്വഭാവമുള്ള ആൾക്കാരെ പറ്റി ഉലമാക്കൾ പറയാണ്, ഇവൻ ശൈത്താനെ സഹായിക്കുന്നവനാണ്. ഇവൻ ഇങ്ങനെ തിന്മകളെ പരസ്യപ്പെടുത്തുന്നവൻ ശൈത്താനെ സഹായിക്കുന്നവനാണ്. കാരണം ശൈത്താന് ചില ജുന്തുകളുണ്ട്, ചില പട്ടാളക്കാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാഇ, ഇബ്ലീസും അവന്റെ സംഘവും സംഗമിക്കുന്ന ഒരു സ്ഥലം അത് സമുദ്രത്തിലാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ യബ്അസു സറായഹു, അവൻ അവന്റെ സൈന്യങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കും, പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ട് അവർ കുറച്ചു കഴിഞ്ഞ് ആ ദിവസം അവസാനം മീറ്റിംഗ് കൂടുമെന്നാണ്. ആര് മീറ്റിംഗ് കൂടും? ശൈത്താന്മാർ മീറ്റിംഗ് കൂടുമെന്നാണ്. മീറ്റിംഗ് കൂടിയിട്ട് ഓരോ ശൈത്താനോടും നേതാവായി ഇബ്ലീസ് ചോദിക്കും, നീ എന്താ ചെയ്തത്, നീ ആരൊക്കെ പിഴപ്പിച്ചു എന്ന് ശൈത്താൻ ചോദിക്കുമെന്നാണ്. അപ്പോൾ ചില ആൾക്കാരുടെ പ്രവർത്തനം കേട്ടിട്ട് നേതാവായ ഇബ്ലീസിന് തൃപ്തിയില്ല. അങ്ങനെ ഒരാൾ വന്ന് പറയും, ഇന്ന് ഞാൻ ചെയ്ത പണി ഫറഖ്തു ബൈനഹു വബൈന അഹ്ലിഹി, ഞാൻ ഒരുവനെയും അവന്റെ ഭാര്യയും തമ്മിൽ തെറ്റിച്ചിരിക്കുന്നു. അപ്പോൾ ഇബ്ലീസ് പറയും, നീ ഉഷാറായ പണിയാണ് എടുത്തിട്ടുള്ളത്, ഇങ്ങനെ പോയിട്ട് വന്നാ. അപ്പൊ ഷെയ്ത്താന്, ഇബ്ലീസിന് സഹായിയായ ചില ഷെയ്ത്താന്മാരുണ്ട്. ഇബ്ലീസിനെ അവന്റെ ആൾക്കാരെ പിഴപ്പിക്കാൻ ഇബ്ലീസ് ചില സംഘങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ആ സംഘത്തിൽപ്പെട്ട ആളാണ് ഇങ്ങനെ തിന്മകൾ പരസ്യപ്പെടുത്തി മറ്റുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളെന്ന് ഉലമാക്കൾ പറയാൻ. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മുടെ സമുദായത്തിൽ കണ്ടുവരുന്ന അതൊരു തിന്മയേ അല്ല എന്ന രൂപത്തിൽ ലാഘവമാക്കപ്പെട്ട വിഷയമാണ് സ്ത്രീകളുടെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥ. എത്ര ഗൗരവകരമായ കാര്യമാണ്. ഒരുപക്ഷെ ഇന്ന് ആ തിന്മയൊക്കെ വളരെ വലിയ ലാഘവത്തിൽ കാണുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉസ്താദ് എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പക്ഷെ മുഅ്മിനീങ്ങളോട് പറയുകയാണ്, അത് ഗൗരവകരമാണ്. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും, അത് ഖിലാഫുള്ള മസ്അലയല്ലേ, സ്ത്രീകൾ മുഖം മറയ്ക്കുന്ന വിഷയം, ഫോട്ടോ ഇടുന്ന വിഷയത്തിൽ ഒരു ഖിലാഫുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അഹ്ലുസുന്നത്തിന്റെ സലഫി ഉലമാക്കളൊക്കെ പറഞ്ഞു അത് തനിച്ച് ഹറാമാണ്, ചില ആൾക്കാർക്ക് ആ സമയത്ത് അൽബാനി റഹിമഹുല്ലാഹ് ഓർമ്മ വരിക. ആ സമയത്ത് മാത്രം അൽബാനി ഓർക്കുന്ന ആൾക്കാർ. അൽബാനി എന്താ പറഞ്ഞത്? അൽബാനി സ്ത്രീകൾ ചിത്രത്തിലല്ല, ഫോട്ടോയിലല്ല, അല്ലാത്ത സമയത്ത് തന്നെ മുഖം മറയ്ക്കൽ മുസ്തഹബാണ്, അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം വാജിബാണെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ആര് കണ്ടാലും അവൾ പാപിയാണ്. ഒരാൾക്ക് വാജിബാണെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ സഹോദരൻ കണ്ടാൽ അവൾ പാപിയാണ്, മഹറമല്ലാത്ത ആര് കണ്ടാലും പാപിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാജിബാണെന്ന് പറയേണ്ടതില്ല, മറിച്ച് മുസ്തഹബാണെന്ന് പറഞ്ഞാൽ മതി. മുസ്തഹബാണ്, അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നാണ് അൽബാനി റഹിമഹുല്ലാഹു തആല പറഞ്ഞത്.
സാധാരണ വിഷയത്തിൽ, ഫോട്ടോയിലെ വിഷയത്തിലല്ല. സാധാരണ ഒരു മുഅ്മിനത്തായ സ്ത്രീ അവൾ പുറത്തിറങ്ങുമ്പോൾ അവസ്ഥയാണ്, അവൾ സ്വീകരിക്കേണ്ട ഹിജാബാണ് പറയുന്നത്. എന്നാൽ ഫോട്ടോയുടെ വിഷയത്തിൽ, അത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ ഉലമാക്കൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും പറഞ്ഞു, അൽബാനി റഹിമഹുല്ലാഹ് അടക്കം പറഞ്ഞു അതൊക്കെ ഹറാമാണ്. അതുകൊണ്ട് നമ്മളത് ലാഘവമായി കാണേണ്ടില്ല. മക്കൾക്ക് ഇങ്ങനെ മാർക്ക് കിട്ടുമ്പോൾ SSLC 10 പേപ്പേഴ്സ് കിട്ടുമ്പോൾ അപ്പമാരൊക്കെ പോസ്റ്റ് ചെയ്യാം, കല്യാണ ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. അല്ലാഹു മുസ്തആൻ. ഇത് നമുക്ക് പറയുന്നതുകൊണ്ട് നമ്മൾ ഒരു പേടി നമ്മൾ വിചാരിക്കേണ്ട. നമ്മളൊക്കെ പറയുമ്പോൾ നമ്മളെ ആൾക്കാർ മുത്തശ്ശിദാണ്, ഇവൻ കാടിയുള്ള ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ ബനു ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ പേടിച്ചിട്ട് കാര്യങ്ങൾ പറയാതെ മറച്ചു വെച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ അദാബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ച് കാണാൻ കഴിയും. ഒരുപാട് ഉലമാക്കൾ ഉണ്ടായിരുന്നു, വലിയൊരു ഉലമാക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ കാര്യം പറഞ്ഞ ആൾക്കാർ എന്ത് വിചാരിക്കും? ഇവൻ മറ്റേ വലിയ തീവ്രതയുള്ള ആള് എന്ന് വിചാരിക്കും എന്നൊക്കെ കരുതിയിട്ട് തിന്മകളെ എതിർക്കാതിരുന്നത് കൊണ്ടാണ് ബനു ഇസ്രായേലിൽ ഇത്ര വലിയ അധപ്പതനം ഉണ്ടായത്. അള്ളാഹുവിന്റെ ലഅനത്തിന് ഒരു വിധേയമായി എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് നസീഹത്താണ്, ഉപദേശമാണ്. മനസ്സിലാക്കിയ കാര്യം പറയുക എന്നത് പഠിച്ച വ്യക്തിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇതൊക്കെ വലിയ തിന്മയാണ്. ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായി നിരോധിച്ച കാര്യങ്ങളാണ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ അല്ലാതെ തന്നെ പുരുഷന്മാരുടെ ചിത്രമാണെങ്കിൽ പോലും അതിന് അതിര് കവിയാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം മക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആവശ്യത്തിലൊക്കെ വലിയ ശ്രദ്ധ നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തിന്മകളെ പരസ്യപ്പെടുത്തൽ അത് ഗൗരവകരമായ കാര്യമാണ്. ആ രൂപത്തിലുള്ള സ്വഭാവം ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ട് എങ്കിൽ അവൻ അപകടകരമായ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി എൻ്റെ കൂടെ സൂചിപ്പിക്കാൻ, എങ്ങനെയാണ് ഒരു പുരുഷന് തൻ്റെ ഭാര്യയുടെ ചിത്രം, തൻ്റെ പെൺമക്കളുടെ ചിത്രം ഒരു സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുക? ഒരു സമൂഹത്തിൽ മറ്റുള്ള പുരുഷന്മാരുടെ കൂടെ ഇടപഴകി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് പുരുഷന്റെ മാനസികാവസ്ഥ? മിനിമം ഒരു 10ാം ക്ലാസ് ഒരു +2 വരെ പോയ ഒരു കുട്ടിക്ക് മനസ്സിലാവും എന്താണ് ഒരു പുരുഷൻ, അവൻ്റെ ചിന്ത എങ്ങനെയായിരിക്കും. ഇതൊക്കെ അറിഞ്ഞിട്ടും തൻ്റെ ഭാര്യയുടെയും തൻ്റെ പെൺമക്കളുടെയൊക്കെ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഭാര്യയുടെ ഭംഗി മറ്റുള്ളവർ ആസ്വദിക്കണം, അതാണ് ആഗ്രഹിക്കുന്നത്, അതാണ് അവർ കൊതിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭർത്താവ്, ഏതെങ്കിലും ഒരു പുരുഷൻ, ഈറത്തുള്ള രോഷമുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ ആ കാര്യം ആഗ്രഹിക്കും. നമ്മൾ ചിന്തിക്കാത്തത്, എന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരിക്കൽ സഹാബികൾ ഒരു വാർത്തയുമായി വരികയാണ്. എന്താണ് വാർത്ത എന്നറിയോ? സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ് സഹാബാക്കൾ റസൂലിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. എന്താണ് ആ വാർത്ത? സഅദ് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഒരു പുരുഷനെ കണ്ടാൽ, എൻ്റെ ഭാര്യയുടെ കൂടെ ഒരു പുരുഷനെ ഞാൻ കണ്ടാൽ ലവറബ്തുഹു ബിസ്സൈഫ്, അവനെ ഞാൻ വാൾ കൊണ്ട് കൈകാര്യം ചെയ്യും എന്ന് റസൂലുള്ളാഹി എന്ന് സഅദ് ബിൻ ഉബാദ പറഞ്ഞു. അത് കേട്ടപ്പോൾ സഹാബാക്ക് ആശ്ചര്യമായി. അവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇത്രയും ശുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ? റസൂൽ അടുക്കലേക്ക് വന്നു. റസൂൽ പറഞ്ഞു, അതഅജബൂന ലിഗൈറത്തി സഅദ്, നിങ്ങൾ സഅദിന്റെ ഗൈറത്തിന്റെ വിഷയത്തിൽ അത്ഭുതപ്പെടുകയാണോ? വല്ലാഹി അല അഗ്യറ മിൻ, സഅദിനേക്കാൾ ഗൈറത്തുള്ളവൻ ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. വല്ലാഹു അഗ്യറ മിന്നി, അല്ലാഹുവിന്റെ വിശേഷണമാണ് ഗൈറത്ത് എന്ന് പറയുന്നത്. രോഷമുണ്ടാവുക, ആത്മരോഷം ഉണ്ടാവുക എന്നത് അല്ലാഹുവിന്റെ വിശേഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിം എന്ന നിലയ്ക്ക്, ഒരു മുഅ്മിൻ എന്ന നിലയ്ക്ക് യോജിച്ച സ്വഭാവങ്ങളല്ല ഇതൊന്നും. നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഉലമാക്കൾ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഒരു വ്യക്തി അവൻ ബൗണ്ടറി ക്ലോസ് ചെയ്തിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച അതിർവരമ്പുകൾക്ക് അപ്പുറം പോയിരിക്കുന്നു, അവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള 4ാമത്തെ കാര്യം, അവൻ ഇഖ്താർ ചെയ്യും. ഒരു തിന്മ ചെയ്താൽ അവന് ധാരാളം ചെയ്യാം. ഇപ്പം എന്തായാലും ഞാൻ പാട്ട് കേൾക്കുന്നവനാണ്, ഞാൻ എന്തായാലും പാട്ട് കേൾക്കാം, ഞാൻ എന്തായാലും ഞാൻ ലോഹർ ആശ്രമം മുടക്കി, അപ്പം ഇത് മകരിബ് വിഷയം വേണ്ട. തിന്മ ചെയ്യുക മാത്രമല്ല, ആ തിന്മ ധാരാളമാക്കുന്നു. കിടക്കുമ്പോൾ സംഗീതം, കാറിൽ പോകുമ്പോൾ സംഗീതം, ഫ്രീ കിട്ടിയ സിനിമ കാണാം. തിന്മ ചെയ്യുക മാത്രമല്ല, ആ തിന്മ അധികം, ജീവിതം മുഴുവനും തിന്മയാണ്. അങ്ങനെ ഒരു വ്യക്തി നീ കണ്ടാൽ നീ മനസ്സിലാക്കുക, അവൻ അപകടകരമായ സാഹചര്യത്തിലാണ് ഉള്ളത്. കാരണം ഉലമാക്കൾ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വനദഉൽ മവാസീന അൽ-ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ തുലാസാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുക. ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മ ഉണ്ടാവുള്ളൂ, അല്ലാഹുവിന്റെ കാരുണ്യമാണ്. നന്മകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മ ഉണ്ടാവും, 2 വട്ടം ചെയ്താൽ അതും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും തിന്മ ചെയ്താൽ അങ്ങ് ചെയ്യാൻ ചെയ്താലോ, എത്ര വട്ടം നമ്മൾ ചെയ്യുന്നോ അതൊക്കെ അല്ലാഹുവിന്റെ ആ തുലാസിൽ കാണുമെന്നാണ്. അതുകൊണ്ട് അത് മറക്കാതെ സംഭവിച്ചു പോയാൽ പെട്ടെന്ന് മടങ്ങേണ്ടവരാണ് മുഅ്മിനീങ്ങൾ എന്ന ഒരു കാര്യമാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പലിശ എടുക്കുന്ന രീതി, പലിശ എടുക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങ് പലിശ എടുക്കാൻ, ബിസിനസ്സിലും വീട് വെക്കാനൊക്കെ പലിശ തന്നെ. അവന്റെ ജീവിതം മുഴുവൻ ആ രൂപത്തിലായി മാറിക്കഴിഞ്ഞാൽ, അവന്റെ സമ്പത്ത് മുഴുവൻ ഹറാമിലായി മാറിക്കഴിഞ്ഞാൽ, അങ്ങനെ
തിന്മ അധികരിപ്പിക്കുന്ന ആൾക്കാരും അപകടകരമായ സാഹചര്യത്തിലുള്ളത് എന്ന് ഉലമാക്കൾ പ്രത്യേകം സൂചിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്ര സൂചിപ്പിച്ച കാര്യം, തിന്മകൾ സ്വാഭാവികമാണ്. അത് സംഭവിച്ചാൽ ഒരു മുഅ്മിനെ ഗൗരവകരമായി കാണുകയും അതിൽ നിന്ന് പെട്ടെന്ന് മടങ്ങാൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അപ്പോഴാണ് മുഅ്മിൻ വഫഹുവ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ അല്ലാഹുവിന്റെ ശരീഅത്തിനെ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വ്യക്തി അവൻ അപകടകരമായ സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള അഞ്ചാമത്തെ കാര്യം, അവൻ തിന്മകൾ ചെയ്യുകയും ചെയ്യുന്നു, അവൻ തൗബ ചെയ്യുകയും ചെയ്യുന്നില്ല. തിന്മകളുണ്ട് ജീവിതത്തിൽ, എന്നാൽ തൗബയോ ഇസ്തിഗ്ഫാറോ ആ രൂപത്തിലുള്ള കർമ്മങ്ങളൊന്നുമില്ല എങ്കിൽ അവനും അപകടകരമായ സാഹചര്യത്തിലാണ്. തൗബ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവൻ്റെ മനസ്സിലുണ്ടാകേണ്ട നിയ്യത്ത് അൽ ഇഖ്ലാഉ മിനദ് ദംബ്, ഞാൻ ഈ തിന്മ ഒരിക്കലും ചെയ്യൂല എന്ന ആ സമയത്ത് ചിന്ത ഉണ്ടാവണം. അതുപോലെ തന്നെ കഴിഞ്ഞുപോയ തിന്മകൾ ഓർത്ത് ഖേദം ഉണ്ടാവണം. ഇനി ഒരിക്കലും ഈ തിന്മയിലേക്ക് മടങ്ങുകയില്ല എന്ന നിയ്യത്ത് ഉണ്ടാവണം. ഈ 3 നിയ്യത്തോടു കൂടി ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോഴാണ് ഒരുവൻ തൗബ ചെയ്തെന്ന് പറയാൻ കഴിയുക. ആ രൂപത്തിലുള്ള തൗബ എൻ്റെ ജീവിതം. തിന്മകൾ ഒരുപാട് ചെയ്യുകയും ചെയ്യുന്നു, തൗബ ചെയ്യാൻ ഒരു സമയം മാറ്റിവെക്കുകയും ചെയ്യുന്നില്ല, രാത്രിയുടെ സമ്മേളനം ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ രൂപത്തിൽ അവൻ തൗബ ചെയ്യുന്നില്ല എങ്കിൽ അവനും അപകടകരമായ സാഹചര്യത്തിലുള്ളത് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തിന്മകൾ ഒരുപാട് സംഭവിച്ചു പോയി, എന്നിട്ട് തൗബ ചെയ്താൽ അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ ഫളൻ എന്താണ്? ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അല്ലാഹു അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റുന്നതാണ്. സുബ്ഹാനല്ലാഹ്, തിന്മ പറ്റിപ്പോയി, തൗബ ചെയ്താൽ ആ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റി കൊടുക്കും അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് തൗബകൾ, ഇസ്തിഗ്ഫാറുകൾ അതെപ്പോഴും നമ്മൾ വർദ്ധിപ്പിക്കാൻ, അധികരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ച് അടിമകളുടെ വിഷയത്തിലേക്ക് വന്ന ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വ്യക്തിയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ ഒരുപാട് തൗബയും ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത ആളാണ്, പക്ഷെ തിന്മ ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ നാളെ അവൻ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തോട് പറയും, അഅരിദു അലൈഹി സിഗാറ ദുനൂബിഹി ഖബ്ല കിബാരിഹി, അവന്റെ വലിയ വലിയ മൻപാപങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവന്റെ ചെറിയ തിന്മകൾ കാണിച്ചു കൊടുക്കാൻ പറയുന്ന. അങ്ങനെ അവന്റെ ചെറിയ ചെറിയ തിന്മകളൊക്കെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, അമിൽത യൗമ കദാ വ കദാ, ഇന്ന ദിവസം ഓരോ ഡേറ്റും ആ ദിവസവും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നതാണ്. നീ ഇന്ന ദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ എങ്ങനെ നിഷേധിക്കാനാണ്? കൃത്യമായ വ്യക്തമായ തെളിവുകൾ ഹുജ്ജത്ത് അല്ലാഹു സ്ഥാപിക്കാൻ അല്ലാഹു ഓരോന്നും കാണിച്ചു കൊടുക്കുന്നു, അവനത് സമ്മതിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ നാശത്തിലേക്ക് പോവുകയാണ് എന്ന് കരുതി നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തോട് പറയുന്നു, അഅതൂഹു മകാന കുല്ലി സയ്യിഅത്തിൻ ഹസന, അവന്റെ ഓരോ തിന്മകളുടെയും സ്ഥാനത്ത് നന്മകൾ വെച്ചു കൊടുക്കുക. കാരണം അവൻ തൗബ ചെയ്തവനാണ്, ഇസ്തിഗ്ഫാർ ചെയ്തവനാണ്. അങ്ങനെ ആ തിന്മകളുടെ സ്ഥാനത്ത് നന്മകൾ വെച്ച് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ആ ഹദീസിന്റെ അവസാനം കാണാം. അപ്പോൾ അവൻ പറയും, അല്ലാഹുവേ, നീ കാണിച്ചു തന്ന തിന്മകൾ മാത്രമല്ല, ഇനിയും എനിക്ക് കുറച്ച് തിന്മകൾ ഉണ്ടായിരുന്നല്ലോ, ആ തിന്മകളോട് ഞാൻ ചോദിക്കുന്നതാണ്. ഈ ഹദീസ് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു വന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ മനുഷ്യ സഹജമാണ്, പക്ഷെ തൗബയും ഇസ്തിഗ്ഫാറും ഈ 2 കാര്യങ്ങളും മുറുകെ പിടിക്കുക. ഇതില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ അപകടകരമായ സാഹചര്യത്തിലാണ്. അതുപോലെ 6ാമത്തെ കാര്യം ഉലമാക്കൾ എണ്ണിയത്, തിന്മ ചെയ്യുകയും ചെയ്യുന്നു, നന്മകൾ നിർത്തിവെച്ചിരിക്കുകയും ചെയ്യുന്നു. തിന്മകളുണ്ട്, എന്നാൽ നന്മകളൊന്നും ഇല്ലതാനും. ഇങ്ങനത്തെ അവസ്ഥയിലാണ് ഒരു വ്യക്തി ഉള്ളത് എങ്കിൽ അവനും അപകടകരമായ സാഹചര്യത്തിലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. ഇത് മായ്ക്കാൻ നന്മൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ 5 നേരം വൃത്തിയാകുന്ന, ശുദ്ധിയാകുന്ന ഒരുവന്റെ ശരീരത്തിൽ എന്തൊരു അഴുക്ക് ബാക്കി ഉണ്ടാവും, അതേപോലെയാണ് 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവൻ്റെ അവസ്ഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ തിന്മകളുണ്ട്. എൻ്റെ ഈ ജീവിതത്തിൽ ഇന്ന തിന്മകളൊക്കെ സംഭവിച്ചു പോവാണ്, അപ്പോൾ ഞാൻ നിസ്കരിച്ചൊന്നും കാര്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. മറിച്ച് നമ്മൾ തിന്മ സംഭവിച്ചു പോയാൽ നന്മകൾ വർദ്ധിപ്പിക്കാണ് വേണ്ടത്, നന്മകൾ അധികരിപ്പിക്കാണ് വേണ്ടത്. ഒരാൾ പറഞ്ഞു, ശൈത്താനുമായുള്ള, പിശാചുമായുള്ള യുദ്ധമാണ് ഈ ദുനിയാവിലെ ജീവിതം. അവൻ നിങ്ങളെ ഒരു തിന്മ കൊണ്ട് അവൻ അതിജയിച്ചാൽ 2-3 നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവൻ അതിജയിക്കണം. ഇന്ന് ഒരു തിന്മ സംഭവിച്ചു പോയി എങ്കിൽ നമ്മൾ നിയത്താക്കുക, ഇന്ന് 2 നന്മ നമ്മൾ എക്സ്ട്രാ ചെയ്യും. ഇന്ന് ഉമ്മാനെയും ഉപ്പാനെയും പോയി കണ്ട് അവർക്ക് 2 നല്ല കർമ്മങ്ങൾ, അവരോട് നല്ല 2 വർത്താനങ്ങൾ, അവനെ പുഞ്ചിരിപ്പിക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും 2 കർമ്മങ്ങൾ നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് ഞാൻ എക്സ്ട്രാ ചെയ്യും. ഇന്നത്തെ തഹജ്ജുദ് ഞാൻ എന്തായാലും മുടക്കുകയില്ല. തിന്മ സംഭവിച്ചു പോയാൽ ഈ രൂപത്തിലുള്ള നിയത്ത് നമ്മൾ വെച്ചാൽ നമ്മൾ ഖൈറിലാണ്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉമർ ബിൻ ഖത്താബ് ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ ശൈത്താൻ ആ വഴിയിൽ നിന്ന് മാറിപ്പോകും. എന്താണുള്ള കാരണം? സഫാരി റഹിമഹുല്ലാഹു തആല പറയാണ്,
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിശാച് എന്തെങ്കിലും തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ ഉമർ ഇബ്നുൽ ഖത്താബ് അന്ന് നന്മകൾ അധികരിപ്പിക്കും. ഇന്ന് ഫർദ് നിസ്കാരം നിസ്കരിക്കേണ്ട എന്ന് ഉമർ ഇബ്നുൽ ഖത്താബിനെ പ്രേരിപ്പിച്ചാൽ ഇന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റവാത്തിബ് നിസ്കാരം സുന്നത്ത് നിസ്കാരം ഉമർ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് പിശാചിന് പേടിയായിരുന്നു. ഉമറിനെ വസ്വാസിലാക്കിയാൽ ഉമറിന് നന്മകൾ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് അവനെ വസ്വാസിലാക്കാൻ പോകട്ടെ, ഇപ്പോൾ പോകുന്ന രൂപത്തിൽ പോട്ടെ എന്ന നിലയ്ക്ക് ശൈത്താൻ പേടിച്ചു വന്നാണ്. അതുകൊണ്ടാണ് ഉമർ സഞ്ചരിക്കുന്ന വഴിയിൽ പിശാച് സഞ്ചരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ അത് വന്നു കഴിഞ്ഞാൽ നന്മകൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഏത് നന്മ കൊണ്ടാണ് നമ്മൾ നാളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. എന്താണ് അവൻ ചെയ്ത ആ നന്മ? ഏത് നന്മയുടെ പേരിലാണ് സ്വർഗ്ഗത്തിൽ പോയത്? ഫീ ഷജറത്തിൻ ഖതഅഹാ ഫീ ളഹ്രി ത്വരീഖ് മിൻ ളഹ്രി ത്വരീഖ്. അവൻ ഇങ്ങനെ റോഡിലൂടെ പോയപ്പോൾ ഒരു മരം അത് മുറിഞ്ഞു വീണ് കിടന്നു. അവൻ സ്വന്തം പണിയെടുത്ത ആ മരത്തെ നീക്കിയിട്ടു. ആ കർമ്മം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. ആ കർമ്മം കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഒന്നിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. ഒരു സുബ്ഹാനല്ലാഹും ഒരു അല്ലാഹു അക്ബറും ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹും പറയും നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. ഇതിന്റെയൊക്കെ മഹത്വവും ഇതിന്റെയൊക്കെ വലിപ്പവും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏട് തരുന്ന സമയത്ത്, കിതാബ് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരുന്ന സമയത്ത് അതിന്റെ മഹത്വവും അതിന്റെ വലിപ്പവും നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞ ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇദാ കാനൽ ഇൻസാൻ തസുഉഹു സയ്യിഅതുഹു വയഅമലു ലിഅജലി ദാലിക അമലൻ സാലിഹാ. ഒരു വ്യക്തി അവൻ തിന്മ ചെയ്തു, ആ തിന്മ ചെയ്തതിന്റെ ഖേദത്തിൽ വിഷമത്തിൽ അവനൊരു നന്മ അധികരിപ്പിക്കുകയാണെങ്കിൽ, പറ്റിപ്പോയില്ല പടച്ചോനെ, അള്ളാഹെ ധിക്കരിച്ചു പോയല്ലോ എന്ന് പേടിച്ചിട്ട് എന്ന് വിഷമിച്ചിട്ട് അവനൊരു നന്മ ചെയ്യുകയാണെങ്കിൽ കാന ദാലിക ദലീലുൻ അലാ ഈമാനിഹി, അവൻ ഈമാനുള്ള വ്യക്തിയാണ്, അവൻ ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണെന്ന് ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല പറയാണ്. തിന്മകൾ സംഭവിച്ചു പോയാൽ അത് ഓർത്ത് നന്മകൾ ചെയ്യുകയാണെങ്കിൽ അത് ഈമാനിന്റെ അടയാളമാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഏഴാമത്തെ കാര്യം ഉലമാക്കൾ എണ്ണിയത്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, നമ്മളെപ്പോൾ തൗബ ചെയ്താലും സ്വീകരിക്കാൻ റെഡിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. ഈ പറഞ്ഞ 7 കാര്യങ്ങളില്ലാതെ അവൻ തിന്മകളിൽ അതിരുകവിഞ്ഞാലാണ് അവൻ അപകടത്തിലാണ്, അവൻ അപകടകരമായ സാഹചര്യത്തിലാണെന്ന് പറയാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളെ ഒഴിവാക്കുകയും അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ പൂർണ്ണമായ തൃപ്തിയോടുകൂടി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളെ പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സംഭവിച്ചു പോയ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിട്ടുവീഴ്ച ചെയ്ത് പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടത്തിൽ പരീക്ഷിക്കപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രയാസം മാറ്റിക്കൊടുത്ത് എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.